ഇതൊരു സാങ്കല്പിക വീഡിയോ ആണെങ്കിലും ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ, ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ അതേ അഭിപ്രായം തന്നെ നിങ്ങളുടേതുമാകണമെന്ന് എനിക്ക് വാശിയില്ല. ബട്ട് ഇറ്റ്സ് യാഥാർത്ഥ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പടച്ച റബ്ബ് പരിശുദ്ധമായ ഖുർആനിനെ അഭിസംബോധന ചെയ്തിട്ട് പടച്ച റബ്ബ് പറഞ്ഞൊരു വാക്കുണ്ട്: അന്ത്യനാൾ അടുത്താലും അന്ത്യനാൾ സംഭവിച്ചാലും ഈ ഗ്രന്ഥത്തെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഏത് ഗ്രന്ഥങ്ങൾ, ഇസ്ലാമിൽ തന്നെ പല ഗ്രന്ഥങ്ങളുമുണ്ട്, ഏത് ഗ്രന്ഥങ്ങൾ നശിച്ചാലും പരിശുദ്ധമായ ഖുർആൻ ഒരിക്കലും നശിക്കുകയില്ല. ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായി ഓർമ്മ വന്നത് ഫ്രഞ്ച് സയൻറ്റിസ്റ്റും ഫിസിഷ്യനുമായ മൗറിസ് ബുക്കാല്ലയുടെ ഇസ്ലാമിലേക്കുള്ള കൺവേർട്ടായ ചരിത്രത്തെക്കുറിച്ചാണ്. ഫിറഔനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പടച്ച റബ്ബ് ഖുർആനിൽ സൂചിപ്പിച്ചു: ഫിറഔന്റെ ബോഡി ജഡം നമ്മൾ ശേഷം വരുന്ന തലമുറക്ക് ദൃഷ്ടാന്തമായിട്ട് കാഴ്ച ബംഗ്ലാവിൽ വെക്കുക തന്നെ ചെയ്യും. അത് ഇന്നും അതുപോലെ അവിടെ സ്ഥിതി ചെയ്യുന്നു. ഫിറഔന്റെ മരണത്തിന് ശേഷം ഫിറഔന്റെ ബോഡി കിട്ടിയ സമയത്ത് ഇത് ഫിറഔന്റെ അല്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വന്നെങ്കിലും ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരുപാട് ശാസ്ത്രലോകത്തെ പണ്ഡിതന്മാരെ ഉറവയെടുക്കുകയുണ്ടായി. അതിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മൗറിസ് ബുക്കാല്ലെ. ഫ്രഞ്ച് സൈക്കോളജിസ്റ്റും അതുപോലെ ഫ്രഞ്ച് സയൻറ്റിസ്റ്റുമായ ഇയാൾ ഫിറഔന്റെ ബോഡിയിൽ ഡമ്മിയിൽ ഉപ്പിൻ്റെ അംശമുണ്ടെന്ന് കണ്ടെത്തുകയും ഇത് കടലിൽ നിന്ന് തന്നെ കിട്ടിയതാണെന്ന് ഉറപ്പുവരുത്തുകയും അതിനെക്കുറിച്ച് പഠിക്കാനും ശ്രമിച്ചു. പല ഗ്രന്ഥങ്ങളും അദ്ദേഹം സെർച്ച് ചെയ്ത് നോക്കിയെങ്കിലും അദ്ദേഹം അവസാനം എത്തിയത് പരിശുദ്ധമായ ഖുർആനിലെ ഈ താഴെ കാണുന്ന ആയത്തിലാണ്. ഒട്ടും ചിന്തിച്ചില്ല ഖുർആനിലെ ഓരോ വചനങ്ങളും ഓരോ ഹർഫുകളും ഓരോ സൂറത്തുകളും ഓരോ ആയത്തുകളും സത്യമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഉണ്ടായി. ദെൻ എ ടു സെഡ് കംപ്ലീറ്റ്ലി മുഴുവൻ കാര്യങ്ങളും പരിശുദ്ധമായ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. മനുഷ്യനാവട്ടെ, മൃഗമാവട്ടെ, ലോകമാവട്ടെ, ലോകത്തുള്ള കരയും കടലും ഭൂമിയും മലയും എന്തുമാകട്ടെ എല്ലാത്തിൻ്റെയും ഉറവിടം പച്ചക്ക് പരിശുദ്ധമായിട്ട് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. സാഹിത്യ സമ്പുഷ്ടരും അറബി ഭാഷയിലെ പ്രഗത്ഭരുമായിരുന്ന അറബ് സമൂഹത്തിലേക്കായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനം. ആ ഒരു കാലത്ത് അന്നത്തെ ഏറ്റവും വലിയ സാഹിത്യകാരന്മാരോട് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവർക്ക് സാധിച്ചില്ല. എന്നാൽ ഒരു ആയത്തെങ്കിലും നിങ്ങൾ കൊണ്ടുപോവാ, അതും കഴിഞ്ഞില്ല. അതാണ് പടച്ച റബ്ബിൻ്റെ കലാമാണ്. അള്ളാഹു അതിനെ സംരക്ഷിക്കും, അള്ളാഹു തന്നെ അതിനെ ഏറ്റെടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് അന്ത്യനാൾ സംഭവിച്ചാലും ഈ ഗ്രന്ഥത്തെ നാം സംരക്ഷിക്കുമെന്ന് പടച്ച റബ്ബിൻ്റെ വാക്കാണ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്.